അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ സ്വന്തം കാച്ചിൽ നിന്ന് കൃഷി എടുക്കുകയായിരുന്നേ. അപ്പോൾ കാച്ചിൽ കൃഷി എന്നൊക്കെ പറയുന്നത് ഇപ്പോഴൊക്കെയാണ് കേൾക്കുന്നത്. കാച്ചിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പറമ്പിലേക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ഏതെങ്കിലും ഒരു മരം എനിക്ക് കയറാൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഞങ്ങൾ ഹൈ റേഞ്ചിലൊക്കെ ഉണ്ടായിരുന്ന സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് ഏതെങ്കിലും മരത്തിൽ കയറുന്നു. നമ്മളിങ്ങനെ ഈ സമയമാകുമ്പോൾ എന്ന് വെച്ചാൽ ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ്. നമ്മളിപ്പോൾ ഈ ഉള്ള നാടുകളിൽ ഇപ്പോൾ ഈ ഷുഗറിൻ്റെയൊക്കെ പേരുകൾ പറഞ്ഞ് ഒത്തിരി പേര് ഇതിൻ്റെയൊക്കെ ഭക്ഷണത്തിൽ നിന്നൊക്കെ മാറുന്നുണ്ട്. പക്ഷേ എൻ്റെയൊക്കെ ഒരു ജീവിത രീതി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലേക്ക് ഇഷ്ടംപോലെ കാച്ചിൽ, ചേമ്പ്, ചേന ഇതൊക്കെ കഴിച്ചു വളർന്നത്. ഇതൊന്നും ഞങ്ങൾക്കൊരു ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ വാട്സപ്പ് ഡോക്ടർമാർ പറയുന്നതിലേക്കൊന്നും വലിയ ശ്രദ്ധയൊന്നും കൊടുക്കണ്ട. ഇത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും ചേർന്ന് ഏറ്റവും നല്ല ഫൈബർ കണ്ടൻ്റ് ഉള്ളൊരു വസ്തുവാണിത്. അപ്പോൾ ഇത് നാടൻ കാച്ചിലാണ്. ഇത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞങ്ങളുടെ ഒരു നാടൻ കാച്ചിൽ ഇവിടെ ചെറിയൊരു മരത്തിൻ്റെ ചുവട്ടി വളർന്നതാണ്. അപ്പോൾ അതിൻ്റെ വിളവൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാനിത് വന്നിട്ട് ചെറിയ വീഡിയോ ആക്കിയാലോ എന്ന് ഓർത്തത്. ഇത് കണ്ടോ, നല്ല ഒന്നാം തരം കാച്ചിൽ കൃഷി. ഒരൊറ്റ കൂടിൻ്റെ അകത്ത് കണ്ടോ ഞങ്ങൾക്ക് ഇത്രയും കാച്ചിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് വെറുതെ പുഴുങ്ങി കഴിക്കാം, അതുപോലെ തന്നെ പുഴുക്കാക്കി കഴിക്കാം. ഇതൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഇതുണ്ടോ, നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് ഇതൊക്കെ വിത്തിന് വയ്ക്കാം. വിത്തിനെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇതുണ്ടോ, ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മരങ്ങളുടെ ഇതുണ്ടോ, ഈ മരം നോക്കി, ഈ മരത്തിൻ്റെയൊക്കെ ചുവട്ടിലേക്ക് കൊണ്ടുവന്ന് വെറുതെ ഒരു ഇച്ചിരി മണ്ണ് മാറ്റി ഒന്ന് കുഴിച്ചിട്ടാൽ അത് വേറെ നമ്മളിതിന് വളമൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. അത് സ്വാഭാവികമായിട്ട് വളർന്നു. എങ്ങനെ, സന്തോഷമായോ? ഓക്കെ, ടാറ്റ.